നമുക്ക് പ്രാർത്ഥിക്കാം. ദയവായി കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. പരിശുദ്ധാത്മാവില്ലാത്ത ഒരാൾക്കും യേശു കർത്താവാണെന്ന് പറയാനായി സാധിക്കുകയില്ല. ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരാനും പറ്റുകയില്ല. അതിനാൽ പരിശുദ്ധാത്മാവ് നമ്മിലെല്ലാവരിലും ഉണ്ട്, തീർച്ചയാണ്. പിന്നെ എന്താണ് ഈ മണിക്കൂറിൽ നാം ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും? അത് പരിശുദ്ധാത്മാവിനാൽ ഉജ്ജ്വലിക്കാൻ വേണ്ടിയാണ്. കത്തി ജ്വലിക്കാനായി നാം ആഗ്രഹിക്കുന്നു. പൗലോസ് ശ്ലീഹ തൻ്റെ ശിഷ്യനും മെത്രാനുമായ തിമോത്തിയോട് പറഞ്ഞു, എൻ്റെ കയ്യൊപ്പ് വഴി നിനക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ നീ അനുദിനം ഉജ്ജ്വലിപ്പിക്കണം. നാമും നമ്മുടെ മാമോദീസായിലൂടെയും വിവാഹത്തിലൂടെയും മറ്റു കൂദാശകളിലൂടെയും സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ അനുദിനം ഉജ്ജ്വലിപ്പിക്കാനായി വിളിക്കപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുദിനം അനുഭവിക്കാനായിട്ട് പറ്റും. പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ പറ്റുകയില്ല, പക്ഷേ നമുക്ക് അനുഭവിക്കാനായി സാധിക്കും. നമ്മുടെ ബുദ്ധി നാം ആരും കണ്ടിട്ടില്ല, പക്ഷേ നമുക്കെല്ലാവർക്കും ബുദ്ധിയുണ്ട്. ബുദ്ധിയുടെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, നമുക്ക് ആലോചിക്കാൻ പറ്റും, 2 2 4 എന്ന് പറയാനായിട്ട് പറ്റും, തീരുമാനമെടുക്കാനായിട്ട് പറ്റും. നാം നമ്മുടെ ബുദ്ധി കണ്ടിട്ടില്ല എങ്കിലും നമുക്ക് ബുദ്ധിയുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. മിക്കവാറും എല്ലാ മനുഷ്യർക്കും ബുദ്ധി എന്ന ദാനം നൽകിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാനായി പറ്റുകയില്ല, പക്ഷേ പരിശുദ്ധാത്മാവിനെ നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നത് പോലെ അനുദിനം നമുക്ക് അനുഭവിച്ച് മനസ്സിലാക്കാനായി പറ്റും. നമ്മുടെ ബുദ്ധിയെ നമുക്ക് വേണമെങ്കിൽ മന്ദീഭവിപ്പിക്കാൻ പറ്റും. ഒരാൾ നന്നായി മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ബുദ്ധി പ്രവർത്തിക്കുകയില്ല, അല്ലെ ശരിക്ക് പ്രവർത്തിക്കുകയില്ല. ഇതുപോലെ തന്നെ ഒരാൾ പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അയാളിൽ മന്ദീഭവിക്കാനായിട്ട് ആരംഭിക്കും. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, നിനക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നീ ഉറക്കിക്കളയരുത്, മന്ദീഭവിപ്പിക്കരുതെന്ന്. നമ്മുടെ ബുദ്ധി നമുക്ക് പല രീതിയിലും പ്രവർത്തനരഹിതമാക്കാനായിട്ട് പറ്റും, ശരിക്ക് പ്രവർത്തിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, മദ്യം വഴിയും മറ്റു പല രീതിയിലുമെല്ലാം. ഇതുപോലെ ഒരു വ്യക്തി പാപം ചെയ്ത് കഴിയുമ്പോഴും ക്രമേണ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആ വ്യക്തിയിൽ കുറഞ്ഞു വരുന്നു എന്ന് മാത്രമല്ല, 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, അയാൾ ക്രമേണ പിശാചിൻ്റെ ഒരു മകനും മകളുമായി മാറുന്നു. ജനനം വഴി നാം ആരും ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്ന് പറയാൻ പറ്റുകയില്ല. വേണമെങ്കിൽ പറയാം, പക്ഷെ ജനനം വഴി തറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ വായിക്കുന്നത്, ദൈവത്തിൻ്റെ സൃഷ്ടിയായി നിനക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു മകനായി ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മകളായി ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിനക്ക് പാപം ചെയ്ത് നിന്നെ തന്നെ പിശാചിൻ്റെയോ ദുഷ്ടാരൂപിയുടെയോ മകനോ മകളോ ആക്കി മാറ്റാനായിട്ട് പറ്റും. ഒരാൾ പാപം ചെയ്ത് പിശാചിനെ അയാളുടെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിശാചിനെ അയാളെ ഉപദ്രവിക്കാം, അപകടത്തിൽപ്പെടുത്താം, വേണമെങ്കിൽ കൊല്ലാം. യേശുക്രിസ്തു പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 10:10, പിശാചിനെ ഒരാൾ മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്തിയാൽ അത് പിന്നെ കൊല്ലാനും നശിപ്പിക്കാനുമാണ് വരുന്നത്. യൂദാസിന്റെ ചരിത്രം അതാണ്. പിശാചിനെ മനഃപൂർവ്വം പാപം വഴി വിളിച്ചു വരുത്തി പിശാചി യൂദാസിനെ കൊന്നുകളഞ്ഞു. നമ്മുടെ വഴിയിൽ കാണുന്ന അപകടങ്ങളിൽ ചെറുതെങ്കിലും ഒരുപക്ഷെ ഈ രീതി നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. മദ്യപിച്ചും പാപം ചെയ്തു എല്ലാം ബോധമില്ലാതെ വണ്ടി ഓടിച്ചു. പാപം ചെയ്യുമ്പോൾ മദ്യപാനം വഴിയും പാവം വഴിയും കടന്നു വരുന്ന പിശാചിന് ഒരു സമയം നോക്കിയിരിക്കുകയാണ്, ഒരുപക്ഷെ ആത്മഹത്യയിലൂടെ അയാളെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അപകടങ്ങളിലൂടെ അയാളെ നശിപ്പിക്കാനായിട്ട്. പക്ഷേ ഒരാൾ ദൈവത്തിൻ്റെ മകനാണ്, മകളാണെങ്കിൽ
ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ പിശാചിന് അയാളെ പരീക്ഷിക്കാൻ പോലും പറ്റുകയില്ല. പാപം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പറ്റും, അയാൾക്ക് രോഗമോ സാമ്പത്തിക ക്ലേശമോ തരാനായി പറ്റുകയില്ല. കൈയുയർത്തി കൈവീശി ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ കാര്യം പറയാൻ വേണ്ടി മാത്രം എഴുതപ്പെട്ട ഒരു പുസ്തകം ബൈബിളിലുണ്ട്. അത് പഴയ നിയമത്തിലെ ജോബിൻ്റെ പുസ്തകമാണ്. ജോബ് നല്ല വിശുദ്ധനാണ്, നല്ല മനുഷ്യനാണ്. പിശാചിന് ജോബിനെ ഒന്ന് രോഗം നൽകി പരീക്ഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ പിശാചിന് അത് പറ്റുകയില്ല. അതുകൊണ്ട് പിശാച് ഒരു പ്രത്യേക രീതിയിൽ ദൈവത്തിൻ്റെ അടുത്ത് പോയ അനുവാദം ചോദിക്കുകയാണ്. ദൈവം പറഞ്ഞു, എന്തിനാണ് അവനെ നീ പരീക്ഷിക്കുന്നത്? അവൻ നല്ല മനുഷ്യനല്ലേ. അപ്പോൾ പിശാച് പറഞ്ഞു, ഞാനൊരു കാര്യം അങ്ങയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങ് ഇത്രയേറെ സമ്പത്തും ആരോഗ്യമൊക്കെ കൊടുത്തത് കൊണ്ടാണ് അവൻ അങ്ങയെ സ്തുതിക്കുന്നത്. രാപകല് ഒരു രോഗം കൊടുത്താൽ പിന്നെ അവൻ അങ്ങയെ സ്തുതിക്കാൻ പോകുന്നില്ല, ശപിക്കുമെന്ന് പറഞ്ഞു. ദൈവം കുറച്ചു നേരം മൗനമായിരുന്നതിന് ശേഷം പറഞ്ഞു, ശരി, എന്നാ നീ പോയി അവനെ പരീക്ഷിച്ചോ, പണത്തെ തൊട്ടോ, രോഗം കൊടുത്തോ. പക്ഷേ അവനൊരു കാര്യം തെളിയിക്കും, അവൻ ഒരിക്കലും എന്നെ ധിക്കരിക്കാൻ പോകുന്നില്ല, നിഷേധിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ വിശുദ്ധി കഴിയുന്ന ഒരാളെ പിശാചിന് തൊടാൻ പറ്റുകയില്ല. വിശുദ്ധിയിൽ കഴിയുന്ന പ്രായപൂർത്തിയായ ഒരാൾ, അപ്പനും അമ്മയും വിശുദ്ധിയിലായതുകൊണ്ട് പ്രായപൂർത്തിയായ മകനെ തൊടുകയില്ലെന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ടാണല്ലോ ബൈബിൾ പറഞ്ഞത്, അപ്പനും അമ്മയും ലോകത്തിലെ ഏറ്റവും നല്ല വിശുദ്ധരാണെങ്കിലും ഒരു മകൻ വിശുദ്ധിയുടെ പാതയിലല്ലാതെ മനഃപൂർവ്വം പാപത്തിൻ്റെ വഴിയിലാണെങ്കിൽ അപ്പൻ്റെയും അമ്മയുടെയും നന്മയുടെ പേരിൽ അവൻ അനുഗ്രഹം കിട്ടുമെന്ന് കരുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നാമും ദൈവവുമായുള്ള ബന്ധം വളരെ വ്യക്തിപരമായ ബന്ധമാണ്. ഞാൻ വിശുദ്ധിയിലാണെങ്കിൽ പിശാചിന് എന്നെ ആ പേരിൽ രോഗിയാക്കാനോ അതുപോലെ തന്നെ എന്നെ അപകടത്തിൽപ്പെടുത്താനോ ഒന്നും പറ്റുകയില്ല എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. പക്ഷേ ഞാൻ പാപത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ അനുവാദം കൂടാണ്ട് തന്നെ പിശാചിന് എനിക്ക് രോഗവും അപകടവും ഒക്കെ വരുത്താനായി സാധിക്കും. നമുക്കൊന്ന് കൈ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. കൈ നന്നായി അടിച്ച് കർത്താവിന് നന്ദിയും സ്തുതിയും പറയാം. പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നു. പക്ഷേ നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതുപോലെ മദ്യപിച്ചാൽ ഒരാളുടെ ബുദ്ധി പ്രവർത്തിക്കാത്തതുപോലെ പാപം ചെയ്തു കഴിയുമ്പോൾ ഒരാളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. അയാൾ എന്ന് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് പാപം ഉപേക്ഷിക്കുന്നുവോ അന്ന് വീണ്ടും അയാളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ഇതാണ് കത്തോലിക്ക സഭയുടെ ഒരു പ്രധാനപ്പെട്ട പഠനം. ബൈബിൾ ഇത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ജനനവുമായി ബന്ധപ്പെട്ടാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് പ്രപഞ്ചത്തിന്റെ ജനനം പരിശുദ്ധാത്മാവ് വഴിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം തന്നെ ഇങ്ങനെ പറയുന്നു, ആകൃതിയും പ്രകൃതിയും ഇല്ലാത്ത അന്ധകാരപൂർണമായ ജലത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, ജീവനുണ്ടായി. ക്രമേണ ജീവനിങ്ങനെ വളർന്ന് വളർന്ന് പല ഘട്ടങ്ങളിലൂടെ വളർന്ന് ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ 7 ഘട്ടങ്ങളായിട്ട് ബൈബിളിനെ ദിവസങ്ങളെന്നൊക്കെ വിളിക്കുന്നു. അവസാനം അത് മനുഷ്യനായി മാറുകയാണ്. പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും ഒക്കെ ജീവൻ്റെ ആരംഭ തുടിപ്പുകൾ ബൈബിൾ പറയുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതുപോലെ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മേൽ വന്നു. യേശുവിൻ്റെ ജനനവും പരിശുദ്ധാത്മാവ് വഴിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ജനനമാണ് സഭയുടെ ജനനം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം. സഭ ജനിക്കുന്നതും പരിശുദ്ധാത്മാവ് വഴിയാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ അപ്പോസ്തലന്മാർ പ്രസംഗിക്കാൻ തുടങ്ങി. 3000-ഓളം പേര് സ്നാനപ്പെട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അപ്പോൾ ബൈബിളിലെ 3 പ്രധാനപ്പെട്ട ആരംഭങ്ങൾ, ജനനങ്ങൾ പരിശുദ്ധാത്മാവ് വഴിയാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആരാണെന്ന് അപ്പസ്തോലിക സഭയിൽപ്പെട്ട ആർക്കും സംശയമില്ല. കാരണം അപ്പസ്തോലിക സഭയിൽപ്പെട്ടവർ കത്തോലിക്കര്, യാക്കോബായക്കാര്, ഓർത്തഡോക്സുകാര്, ഇങ്ങനെ അപ്പസ്തോലിക സഭയിൽപ്പെട്ട എല്ലാവരും വിശ്വാസ പ്രമാണം ചെല്ലുന്നവരാണ്.
അത് നിഖ്യാ വിശ്വാസ പ്രമാണം നാം എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നവരാണ്. അപ്പസ്തോലിക സഭയിൽപ്പെട്ട എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഞായറാഴ്ചയും മറ്റും ചെല്ലുന്ന ആഘോഷമായ വിശ്വാസ പ്രമാണം. കാരണം അത് സഭകൾ തമ്മിൽ വേറിപിരിയുന്നതിന് മുമ്പ് തന്നെ എഴുതപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളിൽ ഒന്നാണത്. അവിടെ നാം വായിക്കുന്നു, പിതാവിനെ പോലെ തന്നെ ദൈവമാണ് പരിശുദ്ധാത്മാവ്, പുത്രനായ യേശുക്രിസ്തുവിനെ പോലെ തന്നെ ദൈവമാണ് പരിശുദ്ധാത്മാവും, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് പിതാവിനെ പോലെയും യേശുക്രിസ്തുവിനെ പോലെയും ദൈവമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ദൈവത്തോടൊപ്പം ആരംഭം മുതൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാണാൻ പറ്റും. ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടൊപ്പം ആദ്യം മുതൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനവും കാണാൻ പറ്റും. കൊളോസ്യർക്കെഴുതിയ എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നു, യേശുക്രിസ്തു വഴിയാണ് സർവവും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ഏകദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ അപ്പസ്തോലന്മാരോട് അവസാനമായി പറഞ്ഞു, ഞാനിതാ സ്വർഗത്തിലേക്ക് പോകുന്നു, നിങ്ങളുടെ കൂടെ നിത്യമായിരിക്കാൻ ഒരു സഹായകനെ നിങ്ങൾക്ക് തരും. ഈ സഹായകൻ വഴിയാണ് നിങ്ങൾക്ക് വിശുദ്ധ ജീവൻ നയിക്കാനായിട്ട് പറ്റുന്നതും പാപുപേക്ഷിക്കാനായിട്ട് പറ്റുന്നതും. ഈ സഹായകൻ വഴിയാണ് നിങ്ങൾക്ക് പിശാചിൻ്റെ മേലെ അധികാരം കിട്ടാൻ പോകുന്നതും. ഈ സഹായകൻ വഴിയാണ് നിങ്ങൾ ഇനി വചനം പ്രസംഗിക്കാനായിട്ട് പോകുന്നതും. ഈ സഹായകൻ വഴിയാണ് നിങ്ങൾ രോഗികളെ സൗഖ്യപ്പെടുത്താനായി പോകുന്നതും. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് വീണ്ടും ജനിക്കാൻ പറ്റുമെന്ന് ഉള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്നതുപോലെ നിക്കോദേമോസിനോട് ആ കാര്യം പറയുന്നുണ്ട്. യേശുവിൻ്റെ ഏറ്റവും അവസാന പ്രസംഗമായി സ്വർഗാരോഹണത്തിന് മുമ്പ് യേശുക്രിസ്തു ആ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വീണ്ടും ജനിക്കണം. അതിനു മുമ്പ് നിങ്ങൾ പ്രസംഗിക്കാൻ പോകരുത്, രോഗികളെ സൗഖ്യപ്പെടുത്താൻ പോകരുത്, നിങ്ങൾ നാണക്കെട്ട് തിരിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനായി കാത്തിരിക്കുക. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ വരങ്ങൾ കൊണ്ട് ശക്തി കൊണ്ട് നിറയും. അപ്പോൾ നിങ്ങൾ പ്രസംഗിക്കാനായിട്ട് കെൽപ്പുള്ളവരായി മാറും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം സന്ദേശം ഇതായിരുന്നു, നിങ്ങൾക്ക് വീണ്ടും ജനിക്കാൻ പറ്റും, പരിശുദ്ധാത്മാവ് കൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി മാറാനായി പറ്റും. നമുക്ക് കൈയടിച്ച് കർത്താവിന് നമുക്ക് നന്ദിയും സ്തുതിയും പറയാം. ഒരു വ്യക്തിക്ക് 3 ജന്മമുണ്ടെന്ന് പറയാനായി പറ്റും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജന്മവുമായി ബന്ധപ്പെടുത്തിയാണ് നാം മനസ്സിലാക്കുന്നത്. ബൈബിളിൽ പ്രപഞ്ചത്തിൻ്റെ ജന്മം, യേശുവിൻ്റെ ജന്മം, സഭയുടെ ജന്മം, നാം ഓരോരുത്തരുടെയും ജനനം. ഒരു വ്യക്തിക്ക് 3 ജന്മമുണ്ടെന്ന് പറയാൻ പറ്റും. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ അപ്പനിൽ നിന്ന് 23 ക്രോമസോം, അമ്മയിൽ നിന്ന് 23 ക്രോമസോം, അത് വന്ന് ഒരു ചെറിയ ഭ്രൂണമായി ഗർഭപാത്രത്തിൽ നാം ചലനം ആരംഭിക്കുന്നു. അത് ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നു. ക്രമേണ അതൊരു ശിശുവായി വളരാൻ ആരംഭിക്കുന്നു. 10-12 ദിവസമാകുമ്പോൾ ഒരു ചെറിയ ഹൃദയം ഇങ്ങനെ തുടിക്കാൻ തുടങ്ങുന്നു. ആ ഹൃദയം ഇപ്പോഴും നമ്മിൽ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജനനത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്നാണ് നാം പരിശോധിക്കുക. ശാസ്ത്രീയമായും ബയോളജിക്കലായും ചിന്തിക്കുമ്പോൾ, ശാരീരിക ശാസ്ത്രപരമായും ചിന്തിക്കുമ്പോൾ 6 പേരുടെ പ്രത്യേകതകൾ നമ്മളുണ്ടാകും. അപ്പൻ്റെ അമ്മയുടെ, അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ അമ്മ, അമ്മയുടെ അപ്പൻ, അമ്മയുടെ അമ്മ, ഈ 6 പേരുടെ പ്രത്യേകതകൾ നമ്മുടെ ശരീരത്തിലും കണ്ണിലും മുടിയിലുമൊക്കെ ആയിട്ട് കുറേശ്ശെ ഉണ്ടാകും. ചിലരിൽ അത് ഒരാളുടെ ഇച്ചിരി കൂടുതലായിരിക്കും, ഒരാളുടെ കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നിറത്തിൻ്റെ കാര്യത്തിൽ, മുടിയുടെ കാര്യത്തിൽ, കണ്ണിൻ്റെ കാര്യത്തിലെല്ലാം. ഒരാൺകൊച്ച് ജനിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ അമ്മയ്ക്കൊന്നും ചെയ്യാനില്ല. അപ്പനിൽ നിന്ന് വരുന്ന 23 ക്രോമസോമാണ് തീരുമാനിക്കുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന്. ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. അത് പുരുഷനെ ആശ്രയിച്ചാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുക. ഈ ഗർഭധാരണത്തിലും പരിശുദ്ധാത്മാവിന് വലിയൊരു പങ്കുണ്ട്. യഹൂദന്മാരെ കുറിച്ച് അടുത്ത കാലത്ത് ഞാൻ കേട്ടു, വിവാഹിതരായ യഹൂദന്മാർ കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ടുള്ള ഒരുക്കത്തിലേക്ക് വരും. കുറച്ച് നാൾ അവർ പരസ്പരമൊക്കെ പരിചയപ്പെടും. ഒരു 6 മാസമോ 7 മാസമോ അല്ലെങ്കിൽ അവരുടെ തീരുമാനമനുസരിച്ച് കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്ന സമയമാകുമ്പോൾ അവർ 40 ദിവസം ഉപവസിക്കും. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി
അതുകൊണ്ട് പാതിരാത്രിയെല്ലാം കഴിയുമ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു കൊച്ചിന് ജന്മം കൊടുക്കുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാർ നല്ല ബുദ്ധിയും ബോധവും ധൈര്യവും ഒക്കെയുള്ള ആളുകളായി ജനിക്കുന്നതെന്നാണ് ആ പഠനത്തിൽ പറയുകയും 40 ദിവസത്തെ ഒരുക്കത്തിന് ശേഷമാണ് അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. ഇതുപോലെ ഇന്ന് നമ്മുടെ ഇടയിലും നല്ല ഒരുക്കത്തോടു കൂടി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ധാരാളം പേരുണ്ട്. ഞാൻ കുറേ നാള് കല്യാണില്, ബോംബെ അടുത്തുള്ള കല്യാണിലെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഇപ്പോഴത് നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കാളൊക്കെ വലിയൊരു ധ്യാന കേന്ദ്രമായി വളർന്നിട്ടുണ്ട്. 7 ഭാഷയിൽ അവിടെ ധ്യാനം നടക്കുന്നു. ആ ധ്യാന കേന്ദ്രത്തിൻ്റെയൊക്കെ ആരംഭമായി പ്രവർത്തിച്ചത് ഒരു ആൻ്റണി എന്ന പേരായ ഒരാളാണ്, ഒരു എൻജിനീയർ. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ആൽബിൻ്റെ കല്യാണം കഴിഞ്ഞ് അവർ ടൂറൊക്കെ കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ 2 പേരും കൂടി ധ്യാനിക്കാനായിട്ട് അവിടെ വന്നു. അവിടെ കാര്യമായ സൗകര്യമൊന്നുമില്ല, പുല്ല് മേഞ്ഞ കുറേ കെട്ടിടമാണ് അവിടെ ഉള്ളത്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ നല്ല സൗകര്യമുണ്ടല്ലോ, AC ഉണ്ടല്ലോ, പിന്നെ എന്താണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണമെന്ന്. അതുകൊണ്ട് കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരുക്ക ധ്യാനമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, അങ്ങനെ ചിലരൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് കുഞ്ഞാണ്. കുഞ്ഞുണ്ടായതിന് ശേഷം അതിനെ ശുശ്രൂഷിക്കുക, പരിപാലിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരുങ്ങുക എന്നുള്ളത്. ഒരു കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ അടിത്തറ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നത് പോലെ പൗലോസ്ലീഹ പറഞ്ഞ വചനം ഓർക്കുക, വേര് ശുദ്ധമെങ്കിൽ ശാഖകൾ ശുദ്ധം. അതുകൊണ്ട് മാതാപിതാക്കന്മാർ നന്നായി ഒരുങ്ങി പ്രാർത്ഥിച്ച് കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്, അത് നല്ലതാണ്. അവരങ്ങനെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാനായി എത്തി. ധ്യാനം കഴിഞ്ഞു പോയി. 5 ദിവസത്തെ ധ്യാനം. അധികം താമസിയാതെ ആൽബിൻ്റെ ഭാര്യ ഗർഭിണിയായി. മാസം തികഞ്ഞപ്പോൾ പ്രസവിച്ചു. അംബർനാഥിലാണ് അവളുടെ വീട്. ഞങ്ങൾ തമ്മിൽ വളരെ പരിചയമുള്ളത് കൊണ്ടും ആൽബിൻ അവിടുത്തെ പ്രാസംഗികനും അതുപോലെ തന്നെ തർജിമക്കാരനുമൊക്കെ ആയതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ കാണാനായിട്ട് ചെന്നു. കുഞ്ഞിനെ കാണാൻ ചെല്ലുമ്പോൾ ഒരു കാഴ്ച ഞാൻ കണ്ടു. കൊച്ചു കിടക്കുന്ന മുറിയുടെ അടുത്ത് ഒരു മേശ വെച്ച്, അക്കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ പോലെയുള്ള മൊബൈലൊന്നുമില്ല, ടേപ്പ് റെക്കോർഡേ ഉള്ളൂ. ടേപ്പ് റെക്കോർഡിൽ മറാഠി ഭാഷയിലുള്ള ക്രിസ്തീയ ഗാനങ്ങൾ കേൾപ്പിക്കുകയാണ്. അപ്പം ഞാൻ ആൽബിനോട് ചോദിച്ചു, ഇപ്പോഴേതാണ്ട് ദിവസങ്ങളല്ലേ ആയിട്ടുള്ള കൊച്ചു ജനിച്ചിട്ട്, പിന്നെ എന്തിനാണ് ഈ കൊച്ചിൻ്റെ തലയ്ക്കിൽ ഈ പാട്ട് വെച്ചിരിക്കുന്നത്? അപ്പോൾ അവനോട് പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ കൊച്ച് ആദ്യമായി പറയേണ്ടത് പ്രൈസ് ദ ലോർഡ് എന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചുങ്ങൾ നേരെ വാക്കുകളൊന്നും പറയുന്ന സമയമായിട്ടില്ല. ഞങ്ങൾ ആൽബിൻ്റെ വീട്ടിലൊരിക്കൽ ചെന്നു. ആൽബിൻ്റെ അമ്മ മോളിയുണ്ട്, വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളവരുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുന്നു. ഉല്ലാസ് നഗറിലാണ് അവരുടെ വീട്. കൊച്ചിനെ തറയിൽ ഒരു തൊട്ടിയിൽ കിടത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ നിശബ്ദമായ നിമിഷങ്ങളിൽ ഒന്നും ഇതുവരെ വ്യക്തമായി പറയാത്ത കൊച്ച് ഞങ്ങളെല്ലാം കേൾക്കുക 2 പ്രാവശ്യം പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞു. കൈ ഉയർത്തി കൈവീശി ഹല്ലേലൂയ. ഞാൻ ഈ സംഭവം ഇതേപോലെ തന്നെ എൻ്റെ ഒരു പുസ്തകത്തിൽ, ദിവ്യധ്യാനം എന്ന പുസ്തകത്തിൽ അവൻ്റെ പേരും അഡ്രസ്സായി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ രോഹിത്, അന്ന് ആ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ രോഹിത് ഒരു സുവിശേഷ ശുശ്രൂഷകനാണ്. ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ അവൻ ഫേസ്ബുക്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി സുവിശേഷ വേല ചെയ്യുന്നതിൻ്റെ പടങ്ങൾ ഞാൻ കാണാറുണ്ട്. കൈ ഉയർത്തി കൈവീശി ഹല്ലേലൂയ. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കന്മാർക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. വളരെ ശ്രദ്ധിച്ച് നാം പലപ്പോഴും വായിച്ചിട്ടുള്ളൊരു വചനം. ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. മാതാപിതാക്കന്മാര് കുഞ്ഞുങ്ങൾക്ക് ആത്മാവിൽ നിന്ന് ജന്മം കൊടുക്കണം. എന്നാൽ വേറൊരു സാധ്യതയുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണേ ശരീരത്തിൻ്റെ വ്യാപാരത്തിൽ നിന്ന് ജന്മം കൊടുക്കാനായി പറ്റും.
ഇതെന്താണെന്ന് കൂടുതൽ തെളിച്ച് പറയുന്നത് പൗലോസ്ലീഹായാണ്. ഗലാത്യർ 5 നാം ഇത് വായിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, നന്മ, കരുണ, വിശ്വസ്തത, ആത്മസംയമനം ഇവയാണ്. അപ്പനും അമ്മയും നല്ല ആത്മസംയമനമുള്ളവരായിരുന്നു. തോബിത്തിന്റെ പുസ്തകത്തിൽ തോബിയാസിന്റെ ആദ്യ പ്രാർത്ഥനയുണ്ട്. കല്യാണം കഴിഞ്ഞ പ്രാർത്ഥന ഇതാണ്: ദൈവമേ, നിഷ്കളങ്കമായ പ്രേമത്തോടെ എൻ്റെ ഭാര്യയെ സ്വീകരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. വ്യഭിചാരാസക്തിയോടുകൂടിയല്ല, നിഷ്കളങ്കമായ പ്രേമത്തോടെ എൻ്റെ ഭാര്യയെ സ്വീകരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഹല്ലേലൂയ. ഇങ്ങനെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭർത്താവ്, ഭാര്യ, സ്നേഹം, സന്തോഷം, ആത്മസംയമനം, പ്രാർത്ഥന, അവര് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു കൊച്ചിന് ജന്മം കൊടുക്കുന്നു. ബൈബിൾ പറയുന്നതനുസരിച്ച് ആ കൊച്ച ആത്മാവിൽ നിന്ന് ജനിച്ച കൊച്ചാണ്. കൈയടിച്ച് കർത്താവിന് നമുക്ക് നന്ദിയും സ്തുതിയും പറയാം. എന്നാൽ ഇതൊന്നുമില്ലാതെ ശരീരത്തിൻ്റെ വ്യാപാരം മാത്രം, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, കലഹപ്രിയമുണ്ടായിരുന്നു, വ്യഭിചാരാസക്തി ഉണ്ടായിരുന്നു, ഒരാളെ കീഴടക്കണമെന്നുള്ളൊരു ചിന്ത മാത്രം, ലൈംഗികാസക്തി മാത്രം, മദ്യപാനാസക്തി, പൊതുവെ മനസ്സിനുള്ള ഇൻസ്റ്റിങ്ക്റ്റ് പോലും അല്ല പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു കൊച്ചിന് ജന്മം കൊടുക്കുന്നു. ആ കൊച്ച് ബൈബിൾ പറയുന്നതനുസരിച്ചാണ് തികച്ചും ശാരീരിക വ്യാപാരം അനുസരിച്ച് ജനിച്ചതാണ്. എന്നിട്ട് ബൈബിൾ പറയുന്നു, ആത്മാവിൽ നിന്ന് ജനിച്ച കൊച്ച് ആത്മാവിൻ്റെ പ്രത്യേകതകൾ കാണിക്കും, ശരീരത്തിൽ ജനിച്ച കൊച്ച് ശരീരത്തിൻ്റെ പ്രത്യേകതകൾ കാണിക്കും. അതുകൊണ്ടാണ് മനഃശാസ്ത്രജ്ഞന്മാരും അഡിക്ഷനെ കുറിച്ച് പറയുന്ന ആളുകൾ പറയുന്നത്, ചില ആളുകൾ ജനിക്കുന്നത് തന്നെ പ്രോ ആൽക്കഹോളായിട്ടാണ്, ആൽക്കഹോളിന് സാധ്യതയുള്ളവരായിട്ടാണ് ജനിക്കുന്നത്, വ്യഭിചാരാസക്തിക്ക് സാധ്യതയുള്ളവരായിട്ടാണ് ജനിക്കുന്നത്. കാരണം അവരുടെ ജന്മത്തിന് കാരണമായ ക്രോമസോമിൽ പോലും ഈ അഡിക്ഷൻ്റെ ചില പ്രത്യേകതകൾ വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നീ സാരമില്ല, അങ്ങനെയാണ് ജനിച്ചതെങ്കിലും സാരമില്ല, നിനക്ക് അപ്പനെ അമ്മയെന്നും കുറ്റം പറഞ്ഞ് വീണ്ടും അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്കൊരു പുതിയ സൃഷ്ടിയായി മാറാനായി പറ്റും. കൈയുയർത്തി കൈവീശി ഹല്ലേലൂയ ഹല്ലേലൂയ കൈയടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം.